ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി നേരിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാനുള്ള സ്ഥലവും തീയതിയും അദ്ദേഹം അറിയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പം അദ്ദേഹം അത് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയുള്ള ഇതാക്കി മാറ്റി. സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ സംവാദം നടത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചില നുണകൾ അദ്ദേഹം പറയുമ്പോൾ അതിനെ ഞാൻ മറുപടി പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. ഇപ്പോൾ 4,43,000 പേർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീട് വെച്ച് കൊടുത്തു എന്ന് ഞാൻ തെളിയിച്ചപ്പോൾ അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞ 4,000 വീടേ ഉണ്ടായിരുന്നുള്ളതാണ്. ആ 4,000 വീട് മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിതതെന്ന് അദ്ദേഹം ഒരു എമണ്ടൻ നുണ, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നുണ പറഞ്ഞപ്പോൾ ഞാനത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങൾ നിയമസഭയിൽ തന്ന ഉത്തരം വെച്ചാൽ അതല്ലാന്ന് തെളിയിച്ചു. ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് തെളിയിച്ചു, ഇല്ലേ? അദ്ദേഹം പറഞ്ഞാണ് നുണയെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു പരാമർശവും ഇല്ല എല്ലാ കാര്യത്തെക്കുറിച്ചും. ഇപ്പോൾ എന്താ പറയുന്നത്, SDPI ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ ഞങ്ങൾ എന്തിനാ അത് വേണ്ടാന്ന് പറയണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്തപ്പോൾ ഇതല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. UDFന് പിന്തുണ കൊടുത്തപ്പോൾ വെൽഫെയർ പാർട്ടി ഭയങ്കര വർഗീയവാദികളാണ്, ഭയങ്കര പ്രശ്നമാണ്, മതരാഷ്ട്രവാദികളാണ്. 40 കൊല്ലം അവരെ തോളത്ത് വെച്ചുകൊണ്ട് നടന്നതിന് ശേഷം അപ്പോൾ മതേതരവാദികളും ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ വർഗീയവാദികളും ആയി മാറ്റി. അപ്പോൾ SDPI മതേതരവാദവും SDPI വർഗീയവാദവും ഒന്നും അല്ല പ്രശ്നം. SDPI പിന്തുണ ഞങ്ങൾക്ക് നൽകി, ഞങ്ങൾ എന്തിനാ വേണ്ടാന്ന് പറയണമെന്ന്. UDF വേണ്ടാന്ന് പറയുന്നു. UDF വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ. UDF വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റ് ഇന്നും SDPIയുടെ പത്രസമ്മേളനത്തിൽ അവരെന്നെയാണ് വ്യക്തിപരമായി ആക്രമിച്ചത്. ഞാനത് പറഞ്ഞു. ഞാൻ UDFൻ്റെ തീരുമാനം പത്രസമ്മേളനം നടത്തി പറയുകയാണ് ചെയ്തത്. SDPIയുടെ പിന്തുണ വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൂട്ടർ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ച ആദ്യത്തെ മുന്നണിയാണ് UDF. മുഖ്യമന്ത്രി അത് മറന്നു പോകണ്ട. മുഖ്യമന്ത്രി ഞാൻ ഓർമ്മപ്പെടുത്താം. മുഖ്യമന്ത്രി ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? അവസരവാദത്തിൻ്റെ ആൾരൂപമായി മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ എന്താ, RSSുമായി ചില സമയത്ത് കൂടും, ചില സമയത്ത് കൂടില്ല. അതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഒന്ന്, SDPIയുമായി അവർ നമ്മളെ പിന്തുണച്ചാൽ എന്താണ് കുഴപ്പം എന്നിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി. അപ്പോൾ SDPIയുമായും മുഖ്യമന്ത്രി കൂടും, PDPയുമായും മുഖ്യമന്ത്രി കൂടും, മുഖ്യമന്ത്രി RSSുമായിട്ടും കൂടും. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്. കൃത്യമായ അവസരവാദമാണ് ഇത്. CPMൻ്റെ അവസരവാദമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അവസരവാദമാണ്. എല്ലാ ന്യൂനപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ വർഗീയതയുമായും പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യുക. എന്ത് ചെയ്താലും ജയിക്കില്ല. കാരണം കേരളം ഈ തെരഞ്ഞെടുപ്പ് സെക്കുലറാണ് എന്ന് തെളിയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. SDPIയുമായി കൂട്ടുകൂടുമ്പോൾ ആ പിണറായി വിജയൻ ആദ്യം പോയി ചെയ്യേണ്ടത് SDPIക്കാർക്ക് ഒന്ന് അഭിമന്യുവിൻ്റെ വീട്ടിൽ പോയി അവരുടെ മാതാപിതാക്കളുടെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. ആദ്യം അഭിമന്യുവിന്, എൻ്റെ കയ്യിലുണ്ട് അന്നത്തെ ദേശാഭിമാനി പത്രം, അവർ കൊന്നതാണ് എന്ന് പറഞ്ഞ്, അഭിമന്യുവിനെ കൊന്നതാണ് എന്ന് പറഞ്ഞു. എന്തൊരു പ്രചരണമായിരുന്നു അഭിമന്യുവിന് വേണ്ടി നടത്തിയ പ്രചരണം. ആ രക്തസാക്ഷികളോട് പോലും നീതി കാണിച്ചില്ലല്ലോ. ഇപ്പം എന്താ നടക്കുന്നത്? ഇപ്പം മുഖ്യമന്ത്രി ഞങ്ങളോട് വയനാട്ടിലെ കണക്ക് ചോദിക്കുക. വയനാട്ടിലെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ, വയനാട്ടിലെ കണക്ക് അത് പണി പൂർത്തിയാകുമ്പോൾ ഞങ്ങളെ കണക്ക് അവതരിപ്പിക്കും. ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുമ്പോഴാണ് അതിൻ്റെ കണക്ക് അവതരിപ്പിക്കും. അത് പബ്ലിക്കിനോടാണ് പറയുന്നത്. CPMന് കണക്ക് കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. പബ്ലിക്കിനോട് ഞങ്ങൾ അവിടുത്തെ പ്രോജക്റ്റ് പൂർത്തിയാക്കുമ്പോൾ പറയും. ഞങ്ങളോട് കണക്ക് ചോദിക്കാൻ വരുന്ന മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ടത് ആ പയ്യന്നൂരിലെ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പൈസ ആ ഏരിയ സെക്രട്ടറി MLAയും കൂടി എവിടെ മുക്കിയെന്ന് ആദ്യം അന്വേഷിക്കും. അഭിമന്യുവിൻ്റെ വേണ്ടിയിട്ട് പൈസ പിരിച്ചത് എവിടെ മുക്കിയെന്ന് അന്വേഷിക്കും സ്വന്തം പാർട്ടിക്കാർ. തിരുവനന്തപുരത്ത് പ്രവീണിന് വേണ്ടി രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് അതെവിടെ മുക്കിയെന്ന് അന്വേഷിക്കും. സ്വന്തം പാർട്ടിക്കാർ രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിക്കുന്ന ഫണ്ട് വരെ മുക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ നേതാവെന്ന നിലയിൽ സ്വന്തം പാർട്ടിക്കാർ പാവപ്പെട്ട രക്തസാക്ഷികളുടെ കുടുംബത്തിനെന്ന പേരിൽ നടത്തിയ ഫണ്ട് മുക്കിയതിനെക്കുറിച്ച് അതന്വേഷിച്ചിട്ട് ഞങ്ങളോട് കണക്ക് ചോദിക്കാൻ വന്നാൽ മതി. അത്രയൊന്നും മുഖ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രി ഞങ്ങളോട് കണക്ക് ചോദിക്കേണ്ട. മുഖ്യമന്ത്രി ആദ്യം പോയി കണക്ക് ചോദിക്കും. സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ വന്നാൽ മതി. അല്ല, ഇതൊന്നും ഒരു സംവാദമല്ലല്ലോ. അതല്ലല്ലോ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് അതല്ലല്ലോ. രക്തസാക്ഷികളുടെ ഫണ്ട് അവസാനം കുഞ്ഞികൃഷ്ണൻ ഇന്നലെ തെളിവ് കൂടി കൊണ്ടുവന്നല്ലോ. രക്തസാക്ഷിക്ക് വേണ്ടി പൈസ പിരിച്ചത് ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ തെളിവ് ഹാജരാക്കിയല്ലോ, ഇല്ലേ? തിരുവനന്തപുരത്തുള്ള വിഷ്ണുവിൻ്റെ കുടുംബം പാർട്ടി വിട്ടു. രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിച്ചാളെ ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് CPMൻ്റെ നേതാവാക്കി ഒരു മന്ത്രി ഇടപെട്ടിട്ട്.
മന്ത്രി ഇടപെട്ടിട്ട് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത്. അപ്പോൾ ഇവർ രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിച്ചതിനെ ചോദ്യം ചെയ്തവരെ ആണ് ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ചോദ്യം ചെയ്തവരെ, കട്ടെടുത്തവരെ പാർട്ടി സംരക്ഷിക്കുകയാണ്. 3 അഭിമന്യുവിൻ്റെ കേസിലും അതുപോലെ വിഷ്ണുവിൻ്റെ കേസിലും പയ്യന്നൂരിലെ കേസിലും 3 രക്തസാക്ഷികളുടെ ഫണ്ടാണ് നമുക്ക് അറിയാവുന്നത്. ബാക്കിയൊക്കെ ഇനി പുറത്തു വന്നോളും. രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ലോട്ടറി അടിക്കുന്ന പോലെയാണ്. CPM ബമ്പർ അടിക്കുന്ന പോലെ അവരുടെ പേരിൽ പൈസ പിരിച്ച് മുക്കലാണ്. ആ പാർട്ടി ഞങ്ങളോട് വയനാട് കണക്കും ചോദിച്ച് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് ആരെങ്കിലും ഉപദേശിച്ചാണ് വേണ്ടെന്ന്. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ആ വാക്കൊന്നും ഞാൻ ഉപയോഗിക്കണില്ല. ഞാൻ മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെയുള്ള മോശം വാക്കൊന്നും ഉപയോഗിക്കില്ല. അദ്ദേഹത്തിന് എന്തിനും എന്നെ ഭയക്കേണ്ട കാര്യം. പിന്നെ ഇടയ്ക്ക് പോലീസിനോട് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ ഒക്കെ മറ്റേ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിക്കും. അത് അപ്പം എനിക്ക് ചിലപ്പോൾ സംശയം വരും, ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തതിന് അദ്ദേഹത്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്ന്. ഇത് സ്റ്റാലിനിസ്റ്റ് റഷ്യയൊന്നും അല്ലല്ലോ. എതിരാളികളുടെ പുട്ടിൻ്റെ റഷ്യയല്ല, സ്റ്റാലിൻ്റെ റഷ്യയല്ല. ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തതിന് പോലീസിനെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചു, മെറ്റയെ കൊണ്ട് ആ ഇൻ്റർവ്യൂ റിമൂവ് ചെയ്യിപ്പിച്ചു മുഖ്യമന്ത്രി. അത്രയും പോകണം മുഖ്യമന്ത്രി. ഇത് ഞാൻ 15 പ്രാവശ്യം നിങ്ങളോട് മറുപടി പറഞ്ഞു. അത് മുഖ്യമന്ത്രി നേരിട്ട് ചെയ്ത ഇതാണ് 4000-ന്റെ കണക്ക്. ബാക്കിയുള്ള ഞാനിവിടെ വായിച്ചല്ലേ, നിങ്ങൾക്ക് കോപ്പിയും തന്നല്ലേ? അല്ലല്ല, നിങ്ങൾക്ക് അല്ലല്ല, ഞാൻ തന്നത് AK, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പറയണ കേക്ക്. AK ബാലൻ തന്ന നിയമസഭയിൽ തന്ന കണക്ക്, പട്ടികജാതി വിഭാഗത്തിൽ എത്ര പണിതു, പട്ടികവർഗ വിഭാഗത്തിൽ എത്ര പണിതു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ തന്ന കണക്ക്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ കേരളം എത്ര വീട് പണിതു, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ എത്ര പണിതു, ലോക്കൽ ബോഡികളുടെ സ്കീമിൽ എത്ര പണിതു എന്നെല്ലാം കൃത്യമായ കണക്ക് പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്ന കണക്കാണ്. ഇദ്ദേഹത്തിന് ഇത് എഴുതി കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ മുഖ്യമന്ത്രിക്ക്, ഒന്നുകിൽ മുഖ്യമന്ത്രി മനഃപൂർവ്വം എന്നാണ് പറയുന്നു, അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നവന്മാർക്ക് ഒരു വെളിവ് ഇതിനെ കുറിച്ചില്ല. അല്ല, എൻ്റെ നിലപാട് കറക്റ്റാണ്. ഞങ്ങളുടെ നിലപാടാണത്. ഞങ്ങളെന്ന് പറഞ്ഞാണ് ആ നിലപാട്. ഞാനിത് എപ്പോഴും എല്ലാം വ്യക്തിപരമായിട്ട് എൻ്റെ തലയിലേക്കാണല്ലോ എല്ലാം കൂടി വരുന്ന അവസാനം. അതൊക്കെ കൂട്ടായി എടുത്ത തീരുമാനമാണ്. കൂട്ടായി എടുത്ത തീരുമാനത്തിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഏത് കാര്യത്തിലാണെങ്കിലും, പാർട്ടിയിലാണെങ്കിലും മുന്നണിയിലാണെങ്കിലും. മുന്നണി കൂട്ടായി എടുത്ത തീരുമാനമാണ്. അത് വേണ്ടാന്ന് വെറുതെ പറയണേ കേക്ക്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനല്ലേ ഞാൻ മറുപടി പറഞ്ഞത്. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്നാണ് അർത്ഥം. പത്രസമ്മേളനം നടത്തി വേണ്ടാന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് ആ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ആഘോഷിച്ചില്ല വേണ്ടാന്ന് പറഞ്ഞത്. 2, PDPയുടെ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയെന്നുള്ളത് ഭയങ്കര ആഘോഷമാക്കി. PDP CPMന് പിന്തുണ കൊടുത്തത് നിങ്ങൾ ആഘോഷമാക്കിയില്ല, പലരും ആഘോഷമാക്കിയില്ല. ഇപ്പോൾ SDPIയുടെ പിന്തുണ മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത് എന്താണ്? മുഖ്യമന്ത്രി SDPI ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നു, ആരെങ്കിലും വേണ്ടാന്ന് പറയുമെന്നാണ് ചോദിച്ചത് അല്ലേ? വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണയില്ല എന്ന് പുറത്തു നിന്ന് ഞങ്ങൾ അവർക്ക് വല്ല സീറ്റും കൊടുത്താ? പാർലമെന്റ് ഇലക്ഷനോ അസംബ്ലി ഇലക്ഷനോ വല്ല സീറ്റും കൊടുത്തോ? അവർക്ക് കൊടുത്തോ? അല്ല, SDPI കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരും വിളിച്ചു പറയണ്ട. UDF ഒരു തീരുമാനം എടുത്താൽ അത് ആരാ പറയേണ്ടത്? നിങ്ങൾ ഒന്നുകിൽ UDF ചെയർമാനായ ഞാൻ പറയണം, അല്ലെങ്കിൽ UDF കൺവീനറായ അടൂർ പ്രകാശ് പറയണം അല്ലേ? അന്ന് MM ഹസനാണ് കൺവീനർ. ഞാനാണ് പറഞ്ഞത്, എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. UDF അത് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പേര് വെച്ച് ഒപ്പിട്ടിട്ടല്ലേ തീരുമാനം പറഞ്ഞത്. എന്ന് അല്ലേ, നമ്മളൊരു തീരുമാനം അന്ന് എടുത്തിട്ടുണ്ടല്ലോ, ആ തീരുമാനം നിലനിൽക്കുമല്ലേ, പിന്നെ എന്താ പ്രശ്നം? അപ്പം എന്നെ എല്ലാവരും പറയണ്ടല്ലോ. എല്ലാ സംഘടനകളും സമുദായ സംഘടനകളും മറ്റവരും അവരൊന്നും ഞങ്ങളുടെ പാർട്ടിയെ പറയില്ല, UDFനെ പറയില്ല, കോൺഗ്രസിനെ പറയില്ല, എന്നെ മാത്രമേ പറയുള്ളൂ. അത് പറഞ്ഞോട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.